ഇന്നലെ രാത്രി നടന്ന സംഭവത്തില്, അതായത് ആ ഒനിയിലിന് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ സംഭവത്തില് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് പൊട്ടിക്കരയാണ് നമ്മുടെ ഒനിയില്. അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ ഇടയ്ക്ക് ചില മാറ്റങ്ങൾ, അതായത് ജിസൈലിനെ എല്ലാവരും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ജിസൈൽ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും ജിസൈലിനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? പിന്നെ നെവിൻ പണിപ്പുരയിൽ കാണിച്ച ഡ്രാമയും നമുക്ക് നോക്കാം, നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പോ റിവ്യൂ പറഞ്ഞു പോവാം. ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പം ആ ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനാണ് മെയിൻ ആയിട്ട് നടന്ന കണ്ടന്റ്. പിന്നെ പണിപ്പുരയിൽ ആ നെവിന്റെ ഒരു മെലോ ഡ്രാമയും കാര്യങ്ങളൊക്കെ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ രാവിലെ തന്നെ മോർണിംഗ് സോങ്ങിന് ശേഷം ഒനിയില് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയാണ്, ഇതിനെനിക്ക് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അതായത് ഒരു മാനിനെ ഇങ്ങനെ ചെയ്യാത്ത കാര്യത്തിൽ ആരോപിച്ച് ആ ഒരു വില കളയാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ഇന്നലെ ലക്ഷ്മി പെരുമാറിയത്. അപ്പം അതിന് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. എനിക്ക് അതൊരു ക്ലാരിഫൈ ചെയ്യാതെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. എനിക്ക് ബിഗ് ബോസിനോട് കൺഫെഷൻ റൂമിൽ വന്ന് സംസാരിക്കണം എന്ന് നമ്മുടെ ഒനിയിൽ പറയാണ്. അങ്ങനെ ബിഗ് ബോസ് ഒനിയിലെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. ഒനിയിലിനോട് ബിഗ് ബോസ് എന്താണെന്നുള്ള പറയാൻ പറഞ്ഞു. അപ്പം ബിഗ് ബോസ് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം, ഇത് ഇത്രയും പേര് കാണുന്ന ഷോയാണ്, എൻ്റെ വീട്ടിലുള്ള പാരൻസ് വയ്യാത്തവരാണ്, എനിക്ക് 42 വയസ്സായി, അപ്പം എനിക്ക് ഇന്നേ വരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നിട്ടില്ല, അപ്പം എനിക്ക് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്ന് പറയുമ്പം ബിഗ് ബോസ് സമ്മതിക്കുകയാണ്. എന്നിട്ട് ഒനിയിലൂടെ പൊട്ടിക്കരയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്ത് അവസ്ഥയാണെന്ന് ഓർക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ചെയ്യാത്ത കുറ്റത്തിങ്ങനെ ഒനിയിൽ മനഃപൂർവ്വം പിടിച്ച് വീഴാൻ പോയപ്പം മസ്താനി ഹെൽപ്പിന് വേണ്ടി പിടിച്ചതാണ്. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് ആക്സിഡന്റിൽ നടന്നൊരു കാര്യമാണ്. പക്ഷെ അതിന് ഇങ്ങനെ അത് മസ്താനിക്കും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞ മസ്താനി അവിടെ കളിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ മസ്താനി ഒനിയിലും തമ്മിൽ സംസാരിക്കേണ്ട കാര്യമുണ്ട്. എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്ത് ചേട്ടാ എന്ന് മസ്താനി പറഞ്ഞ ഒനിയില് അത് അറിയാതെ പറ്റിപ്പോയാണ്. സോ ഇതില് തീരാവുന്നൊരു പ്രശ്നമാണ് ലക്ഷ്മി ഇത്രയും വലിച്ചു നീട്ടിയത്. അത് മസ്താനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മസ്താനിക്ക് സ്വന്തമായിട്ട് പോയി ചോദിച്ചാൽ പോരെ. അതെ, ഇതിപ്പോ മസ്താനിക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്തേക്കല്ല മസ്താനിയിൽ ക്ലിയർ ചെയ്യേണ്ടത്. ഈ ലക്ഷ്മിയെ കൂട്ടുപിടിക്കേണ്ട കാര്യം എന്താ? ഇത് മസ്താനി കളിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല ലക്ഷ്മിക്ക് എന്തായാലും നാളെ ഓണം തന്നെ ആയിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം ആദില നൂറെ പറ്റി പറഞ്ഞ പരാമർശം, രണ്ടാമത്തെ കാര്യം ഇന്നലെ നടന്ന ഇൻസിഡന്റ്. എന്തായാലും ലക്ഷ്മിയെ നാളെ ഫ്രൈ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല. ഇന്നലെ അനുമോളും അക്ബറുമായിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അതായത് അനുമോള് അക്ബറോട് ക്യാരറ്റ് എടുത്തതിന്റെ പേരിൽ വാക്ക് തർക്കം ഉണ്ടാവുന്നുണ്ട്. അപ്പം അവിടെ നമ്മുടെ അക്ബർ അനുമോക്ക് ജയിലിൽ പോകാനുള്ള കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് എടുത്തെന്ന് പറഞ്ഞ് അനുമോൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അനുമോൾ അഗെയിൻസ്റ്റ് നന്നായിട്ട് തിരിച്ചടിക്കുന്നതൊക്കെ ലൈവിൽ നമ്മളെ കണ്ടതാണ്, ഈ എല്ലാവരും കണ്ടതാണ്. പക്ഷേ അത് ഇന്നലെ എപ്പിസോഡിലും വന്നിട്ടില്ല, BB+ലും വന്നിട്ടില്ല. ഇത് പോരാനായിട്ട് ഇന്നലെ ഞാൻ റിവ്യൂവിൽ പറഞ്ഞിരുന്നു, ആര്യനാണെങ്കിൽ അനുമോളെ തള്ളാൻ വേണ്ടിയിട്ട് മസ്താനെ കൂട്ടുപിടിച്ച് അനുമോളെ തള്ളുന്നുണ്ട്. ആക്ച്വലി അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ ഇന്നലെ എടുത്ത് കാണിച്ചില്ല. അനുമോളുടെ കണ്ടന്റ് ഇന്നലെ ഒട്ടും എടുത്ത് കാണിച്ചില്ല. അപ്പൊ ഇതിന്റെ പേര് സോഷ്യൽ മീഡിയ ചെറുതായിട്ടൊന്ന് കത്തുന്നതാണ് ഞാൻ കണ്ടത്. കാരണം ഇങ്ങനൊരു ഇത് ചെയ്യാൻ പാടില്ല. കാരണം അത് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു, 10-15 മിനിറ്റോളം ഉള്ള കണ്ടന്റ് ആയിരുന്നു. പക്ഷെ അത് വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല? ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. അത് ഒത്തിരി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഒനിയിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മുടെ എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഇടണമെന്ന് ബിഗ് ബോസ് പറയാണ്. നമ്മള് പോൾ ഇട്ടിച്ച്, അതായത് ഹോട്ട്സ്റ്റാറിലെ പോളിനനുസരിച്ച് എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഇടണമെന്ന് പറയാണ്. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നു. ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റഡ് ആയത് ഇതിൽ അനീഷിനും നൂറയ്ക്കും ഡയറക്റ്റ് നോമിനേഷനാണ്. അവര് സർക്കസ് കമ്പനിയുടെയും ഇതിന്റെയും ഫാക്ടറിയുടെയും മുതലാളികളാണ്ട് അവർക്ക് ഡയറക്റ്റ് നോമിനേഷൻ. അവർ റെനേനെ മൊനിയിലെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ എല്ലാവരും കൂടെ ഏകകണ്ഠേനെ ജിഷിനെയും നോമിനേറ്റ് ചെയ്യുന്നു. ഇതിനു ശേഷം നമ്മുടെ ലക്ഷറി ഷോപ്പിംഗ് വരെയാണ്. ലക്ഷറി ഷോപ്പിങ്ങില്
നമ്മുടെ നെവിനാണെങ്കിൽ ഡ്രാമ ലക്ഷറി ഷോപ്പിംഗ് ഇവർക്ക് ഗോൾഡ് കോയിൻ കിട്ടിയ അനുസരിച്ച് നമ്മുടെ സർക്കസുകാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഗോൾഡ് കോയിൻ കിട്ടിയതനുസരിച്ച് 20 പോയിന്റ്സ് ഉണ്ട്, 3 മിനിറ്റ് ഉണ്ട്, നോക്കി സെലക്ട് ചെയ്ത് എടുക്കാം. ഇതിൽ നെവിനാണെങ്കിൽ ഒരു ഡ്രാമ കളിച്ചു. അത് നെവിൻ ഒരു 7ന്റെ പണി കൊടുക്കാൻ നെവിൻ നോക്കി എല്ലാവർക്കും. കാരണം നെവിൻ ഒരു കോയിനെ കിട്ടിയുള്ളൂ. അതിന്റെ ആ ഒരു പ്രതികാര നടപടി, ഒരു റിവെഞ്ച് നെവിനോട് എടുത്തു. നെവിനാണെങ്കിൽ ബാലൻസ് സെക്കൻഡ്സ് ഉണ്ടായിട്ട് പോലും നെവിൻ പുറത്തിറങ്ങുന്നില്ല. അങ്ങനെ എല്ലാവരും മുൾമുന്നിൽ നിർത്തി നെവിൻ ഒരു പണി കൊടുക്കാൻ നോക്കി. അങ്ങനെ അത് പക്ഷെ അവര് കുറച്ച് കൂടുതൽ അധികം എടുത്തു, പക്ഷെ അതൊക്കെ തിരിച്ചു വെക്കേണ്ടി വന്നു. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ പേരെന്താ, നമ്മുടെ മല്ലു ട്രേഡിംഗ് മല്ലു ഉണ്ടല്ലോ, നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട് ഇവരൊക്കെ നല്ല ഇത് ഇത്രയും നാളും ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ മാനേജ് ചെയ്ത് ഇവരെല്ലാം ഗ്രൂപ്പീസൊക്കെ കളിച്ചാണ് ക്യാപ്റ്റൻസി നടത്തുന്നതൊക്കെ പ്രവീൺ അവിടെ നിന്നും പറയുന്നുണ്ട്. അതാണ് ഞാൻ എഴുതി വെച്ചത്, നോക്കിക്കൊണ്ടിരുന്നത്, സോറി. പിന്നെ ഇതിന് ശേഷം വരുന്നത് ആര്യന്റെ ആർഗ്യുമെന്റ് ആണ്. ആര്യൻ പറയാണ് ഇന്ന് ഇത്രയും പോയിന്റ്സ് കയ്യിലുണ്ടായിട്ട് ഈ പോയിന്റ്സ് വിനിയോഗിക്കാത്തവർക്ക് ഈ ലക്ഷറിയുടെ ഫുഡ് കൊടുക്കണ്ട എന്ന് ആര്യം പറയാണ്. ലക്ഷറിയുടെ ഫുഡ് അവർക്ക് കൊടുക്കണ്ട, പോയിന്റ്സ് കൊടുക്കാത്തവർക്ക് കൊടുക്കണ്ട, ഗോൾഡ് കോയിൻ സർക്കാർ കൊടുക്കാത്തവർക്ക് കൊടുക്കണ്ട എന്ന് ആര്യം പറയുമ്പോൾ എല്ലാരും ആര്യനെ പൊളിച്ചു വിട്ടുന്നുണ്ട്. ഇതിനിടയ്ക്ക് അനുമോള് പറയുന്നുണ്ട് 1000 പോയിന്റ്സ് പൊട്ടടിക്കാൻ വയ്യാതെ 1000 പോയിന്റ്സ് കൊണ്ട് തുലച്ചവനാണ് നീ എന്ന് അനുമോള് തിരിച്ചു പറയുമ്പോൾ ആര്യൻ അയ്യേന്നായിപ്പോയി ആര്യൻ വായടച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കറക്റ്റ്ലി അനുമോള് പറഞ്ഞ പോയിന്റ് ആണ്. 1000 പോയിന്റ്സ് കൊണ്ട് തുലച്ചവനാണ് ഈ ഗോൾഡ് കോയിൻ തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ട എന്ന് ആര്യനെ അവിടെ പറഞ്ഞത്. ആര്യനെ അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കിയതാണ്, പക്ഷെ നന്നായിട്ട് അതൊക്കെ പൊളിഞ്ഞു പോയി. ഇതിന് ശേഷമാണ് ഇനി ജയിൽ നോമിനേഷൻ വരുന്നത്. ജയിൽ നോമിനേറ്റഡ് ആകുന്നത് നമ്മുടെ ജിസയിലും ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ ഇന്നലത്തെ ഇൻസിഡന്റ് വെച്ചാണ് ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ അനുമോൾ അനീഷ് വന്ന് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ സാബുമാൻ വന്ന അനുമോള് ഹിപ്പോക്രാച്ച് ആണെന്നും പറഞ്ഞ് അനുമോളെ വന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുമോള് ഹിപ്പോക്രാച്ച് ആണെങ്കിലും സാബുമാനും എന്താണ് ഇങ്ങനെ പറഞ്ഞു നിൽക്കണ്ടോ. കാരണം സാബുമാൻ പറഞ്ഞത് അനീഷിനെ അനുമോളെയാണ്. കാരണം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തവരാണ് അവര്, സീരിയസ് സർക്കസി പേരാണെങ്കിൽ. ഇതിന്റെ പേരിലാണ് പറയുന്നത്. ആൻഡ് അനുമോൾ ഹിപ്പോക്രാച്ച് ആണെങ്കിൽ പറയുന്നത് അനുമോക്കൂടെ കണ്ടെന്നുണ്ട്. സാബുമാൻ അതുപോലും ഇല്ല. അത് വേറെ കാര്യം, അത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം ഒരു സെൻസ് ഇല്ലാതെ ഒരു നോമിനേഷൻ നടത്തിയാണ് എനിക്ക് ഫീൽ ചെയ്തത് സാബുമാനെ. സീരിയസ്ലി പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ ജയിൽ നോമിനേഷനില് ഇവിടെ എല്ലാവരും വന്ന് അക്ബറൊക്കെ വന്നിട്ട് ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പാത്രം കഴുകുന്ന വിഷയമായിട്ട്, കിച്ചണിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ജിസൈലിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ആര്യൻ ഇതിന് ട്രിഗറായി. ജിസൈലിനേക്കാൾ കൂടുതൽ ട്രിഗറായ ആര്യൻ എന്തിന് ഈ നോമിനേഷനിൽ വന്നതിന്. എന്നിട്ടും നോമിനേഷനിൽ വന്നിട്ട് ആര്യന്റെ നോമിനേഷൻ സമയമായപ്പം ആര്യൻ വന്നിട്ട് പറയണ ഞങ്ങളെ ശരിക്കും ജിസേലിനാണ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. ഞാനും അക്ബറും ബിന്നിയും കൂടെ ഗ്രൂപ്പിസം കൂടി തീരുമാനിച്ചത് എന്ന് വെച്ചാൽ അവരത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അവര് ഗ്രൂപ്പിസം കൂടി തീരുമാനിച്ചിട്ട് അവരെ നോമിനേറ്റ് ചെയ്യാതിരുന്നത് ജിസേലിനെ ആണെന്ന്. എന്നാൽ ഇനിയിപ്പോൾ അത് വേണ്ടെന്ന്. അങ്ങനെ എല്ലാരും കൂടെ ബഹളം വയ്ക്കുന്നുണ്ട്. അക്ബറൊക്കെ ചാടി ബഹളം വയ്ക്കുന്നുണ്ട്. ഈ അക്ബറാണെങ്കിൽ പുലിയെ പോലെ അക്ബർ ബഹളം വയ്ക്കുന്നുണ്ട്. അബിയും ബഹളം വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം നോമിനേറ്റ് ചെയ്യാണ്. അക്ബർ നോമിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയാണ്. പിന്നെ വേറെ ഒരാളെ കൂടി നോമിനേറ്റ് ചെയ്തു. ആര്യം വേറെ ഒരാളെയും കൂടി നോമിനേറ്റ് ചെയ്തു. ഐ തിങ്ക് അത് അനുമോളല്ല, വേറെ ഒരാളെ കൂടെ മസ്താനിയാണെന്ന് തോന്നുന്നു നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഈ ക്യാപ്റ്റൻസിയിൽ അനീഷ് നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ ആര്യൻ എന്ന് പറയുന്നത്, എനിക്കൊരു കാര്യം ഇപ്പൊ ഫുള്ള് ക്ലിയർ ആയി. ആര്യൻ എന്ന് പറയുന്നത് ജിസൈലിന്റെ അടിമയായി, കംപ്ലീറ്റ്ലി ജിസൈലിന്റെ അടിമയായി. കാരണം ജിസൈലിന്റെ എല്ലാവരും നോമിനേറ്റ് ചെയ്തതാണ്. അക്ബർ ജിസൈലിനെ നോമിനേറ്റ് ചെയ്തതാണ് അക്ബർ എന്നിട്ട് ആര്യൻ ഇങ്ങനെ ഒരു പണി കൊടുത്തത് അറിയോ. ബിന്നിയും റെനയൊക്കെ കറക്റ്റ്ലി ജിസൈലിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കറക്റ്റ് പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. അനുമോള് പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. എന്നിട്ട് അനുമോള് പോയിന്റ് പറയുമ്പോഴും ജിസൈൽ കയറി പറയുന്നുണ്ട് നീ കഴിച്ചിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് റെനയും ജിസൈലിനെ പൊട്ടിയിരിക്കുകയാണ്. ജിസൈൽ അവിടെ പൊട്ടി പാളീസായിട്ട് ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അക്ബർ പുലിയെ പോലെ നിന്ന് അക്ബർ ആര്യന്റെയും ജിസൈലിന് മുമ്പിൽ എലിയ. എന്നിട്ട് ജിസൈൽ മാറി അവിടെ കരയുന്നുണ്ട്. കരയുമ്പോഴൊക്കെ അക്ബർ പോയിട്ട് സമാധാനിപ്പിക്കുന്നു. എന്താണ് അക്ബറെ, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് നിങ്ങൾ നോമിനേറ്റ് ചെയ്തു, ജിസൈലിന് അഗെയിൻസ്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തു, കറക്റ്റ് പോയിന്റ് ആണ് പറയുന്നത്. എന്നിട്ട്
അവിടെ പോയിട്ട് ഇങ്ങനെ കരച്ചിലും പിരിച്ചിലും അങ്ങനെ അനുമോള വല്ലായിരുന്നെങ്കിൽ ജിസേൽ അല്ല അക്ബർ ഇങ്ങനെ പറയോ? അനുമോള് വല്ലതായിരുന്നെങ്കിൽ അനുമോളാണ് ഇങ്ങനെ കരഞ്ഞെങ്കിൽ അക്ബർ ഇപ്പൊ ഇവിടെ എന്താ അനുമോളെ കൂടുതൽ കരയിപ്പിക്കാനല്ലേ അനുമോള് അക്ബർ നോക്കുള്ളൂ. എന്താണ് അങ്ങനെ അക്ബറിനോട് എന്തോ പോലെ തോന്നിപ്പോയി സീരിയസ്ലി. ആര്യൻ പോട്ടെ, ആര്യൻ കംപ്ലീറ്റ്ലി ആര്യൻ അടിമയാണ്, ജിസേലിന്റെ അടിമയാണ്. പക്ഷെ ഈ അക്ബർ എന്താ കാണിക്കുന്നത്? സീരിയസ്ലി എനിക്ക് പേഴ്സണലി വല്ലാത്തൊരു എന്താ ഒരുമാതിരി ഫീൽ ചെയ്തു അക്ബറിന്റെ ഒരു കേസില്. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ പോകുന്നത് നമ്മുടെ സ്പോൺസർ ടാസ്ക് ആണ്. സ്പോൺസർ ടാസ്കില് എന്താണ് ബർജന്റെ സ്പോൺസർ ടാസ്ക് ആണ്. എന്നിട്ട് ജയിലിലേക്ക് പോവാണ് ജിസയിലും ലക്ഷ്മിയും കൂടെ. അവർക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് കളിമണ്ണിൽ ഇവിടെ ഉള്ള ഓരോരുത്തരും ശില്പം ഉണ്ടാക്കണം എന്നുള്ള ടാസ്ക്കാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ പിന്നെ ഇതിനിടയ്ക്ക് ആദില പാത്രം കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആദിലയ്ക്ക് ദേഷ്യം ട്രിഗർ ആവുന്നുണ്ട്. അങ്ങനെ ആദില നൂറയോടും അനുമോളോടും ബഹളം വെക്കുന്നുണ്ട്. അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആദില ആണെങ്കിൽ പോയിട്ട് ബെഡ് മാറ്റി വെക്കുകയും അനീഷിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നുണ്ട്. നൂറ് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ആദില നൂറെ ചെറുതായിട്ട് പിണങ്ങുന്നുണ്ട്. അങ്ങനെ അനുമോൾ വന്നിട്ട് അനുമോൾ പറയാണ്, അനുമോളുടെ ബെഡിരുന്നാണ് ഈ പിണക്കം അടി. അപ്പൊ അനുമോള് പറയാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് അടി കൂടല്, നിങ്ങൾ അടി കൂടുന്ന കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ അനുമോളും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഇവര് 3 പേര് ഒരു ഗ്രൂപ്പായി ഒരു ടീമായിട്ടുണ്ട്. അനുമോള്, ആദില, നമ്മുടെ ന്യൂറ, ഇവരൊരു ടീമായി. അടിയും ബഹളവും ഗെയിമും ഒക്കെ ഉണ്ടെങ്കിലും ഇവരൊരു ഇതായിട്ടുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ. ഇനി ഇത് മാറോ ഇല്ലേന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. പിന്നെ അങ്ങനെ ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഫൈറ്റ് എല്ലാവരും ഇത് നടക്കുന്നുണ്ട്. അങ്ങനെ മാക്സിമം അനീഷിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആദില ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. എന്തായാലും നാളത്തെ ലാലേട്ടന്റെ എപ്പിസോഡിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഒന്നാമത്തെ കാര്യം ലക്ഷ്മിക്കിട്ട് 2 വൃത്തിയ ലാലേട്ട കൊടുക്കണം. കാരണം അനുമോളെ ഇങ്ങനെ കഴിഞ്ഞ ലാലേട്ട ഫയർ ആയിരുന്നു ശനിയാഴ്ച. ഇനി ഇതും ചിരിച്ചുകൊണ്ട് എന്താ മോളെ ഇങ്ങനെ, എന്താ മോനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ട ചിരിച്ച് തള്ളേണ്ട കേസൊന്നും അല്ല ലക്ഷ്മി അവിടെ ചെയ്തത്. ലക്ഷ്മി പക്ക ചെയ്തത് വല്ലാത്തൊരു ഒരു സോഷ്യലി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 2 ഇൻസിഡൻസ് ആണ്. ഒന്ന് ഹോമോഫോബിക് പരാമർശം, ഒന്ന് അത് ഹോമോഫോബിക് പരാമർശത്തിന് അഭിഷേക് ശ്രീകുമാറിന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. അഭിഷേക് ശ്രീകുമാറിന് യെല്ലോ കാർഡ് കിട്ടിയതാണ്. അപ്പൊ അതുപോലെ അതിന്റെ അടുത്തുനിന്ന് എന്തായാലും കഴിഞ്ഞ സീസണിൽ കിട്ടിയതിന്റെ അത്ര പണിഷ്മെന്റ് ഒന്നും ഇവിടെ ഉള്ളവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. സീരിയസ്ലി അനുമോക്കും ജിസേലിനും കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ അവിടെ ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ട്. എനിഹാവ് ലാലേട്ടന്റെ എപ്പിസോഡിന് കട്ട വെയിറ്റിംഗ് ആണ്. ഈ ആഴ്ച ആര് പുറത്തു പോകുന്നു നോക്കാം. പ്രവീണും ഒക്കെയാണ് എന്താണ് ഡേഞ്ചർ സോൺ എന്ന് അറിയുന്നുണ്ട്. നമുക്ക് നോക്കാം ആരായിരിക്കും പുറത്ത് പോകുന്നതെന്ന്. സോ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ കട്ട വെയിറ്റിംഗ് ആണ്. നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.